ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ കല്യാണത്തിന് വന്നിരിക്കുകയാണ്, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും. ആ സമയത്ത് വാസു അവളെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഘ പോകാൻ കൂട്ടാക്കുന്നില്ല. എന്നോട് ചന്ദ്രികയോ സിദ്ധുവോ പോകാൻ പറഞ്ഞാലും ഞാൻ പോകുള്ളൂ എന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. മേഘ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? മഹേന്ദ്രൻ തട്ടിക്കയറുകയാണ്. അപ്പോൾ മേഘ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മക്കളുടെ കല്യാണം മുടക്കാൻ വന്നതല്ല, അവർക്കൊരാശംസ പറയാമെന്ന് കരുതിയിട്ട് വന്നതാണ്. നിന്റെ ആശംസയൊന്നും ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമില്ല. നീ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പോവാൻ നോക്ക്. ഞാൻ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് പങ്കെടുക്കാനാണ് വന്നിട്ടുള്ളത്. ഞാൻ കല്യാണത്തിൽ ഉൾപ്പെടേണ്ടെന്ന് അവർ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയാണ്, ഇവൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ദേഷ്യം കയറി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇവളോട് നീ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പോകാൻ പറ. എനിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എങ്ങനെ ഇവളോട് പെരുമാറുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്മി മേഘയോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ മേഘ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ദയവ് ചെയ്ത് നീ ഇവിടെ നിന്നൊന്ന് പോവാൻ നോക്ക്. ശരി, ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ സിദ്ധുവിനോടും ചന്ദ്രികയോടും ഒരു ആശംസകൾ പറഞ്ഞിട്ട് പോയിക്കോളാം. അപ്പോൾ വാസുവും പറയുന്നുണ്ട്, നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്, നിന്റെ ആശംസകളൊന്നും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടാന്ന്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. അപ്പോൾ മേഘ പരിഹാസത്തോടു കൂടി വാസുവിനെ നോക്കുവാണ്. എല്ലാവരെയും അവൾ നോക്കുന്ന അങ്ങനെ തന്നെയാണ്. കാരണം മഹേഷാണ് സിദ്ധുവായിട്ട് ഇരിക്കുന്നതെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് കണ്ടകശനി പോലെയാണ്. അതുകൊണ്ട് നിന്റെ ആശംസയും മണ്ണാങ്കട്ടയും ഒന്നും ഇവിടെ ആർക്കും വേണ്ട. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. മേഘ വലിയ ദേഷ്യത്തിനും അഹങ്കാരത്തിനും ഒന്നും നിൽക്കുന്നില്ല. അവളിങ്ങനെ ക്ഷമയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, മേഘ, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നോ അതോ നിന്നെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തേക്ക് തള്ളണോ? അപ്പോഴാണ് ചന്ദ്രിക പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ലക്ഷ്മി ഏട്ടനോട് പറയുന്നുണ്ട്, ഭർത്താവിനോട് പറയാണ്, ഏട്ടാ വേണ്ട, നമ്മുടെ മക്കളുടെ കല്യാണത്തിൽ ഇനിയും അശുഭകരമായിട്ടുള്ള ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. സാർ സാർ എന്താ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അപ്പോൾ മേഘയെ കാണുകയാണ്. മഹേഷാണല്ലോ സിദ്ധുവിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ എന്തിനായിരിക്കും സാർ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് ചന്ദ്രയ്ക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, ഏയ്, നമുക്കെന്തെങ്കിലും ആശംസയൊക്കെ തന്നിട്ട് പോകാൻ വേണ്ടി വന്നതായിരിക്കും. ഇവളുടെ ആശംസയൊക്കെ നമുക്ക് എന്തിനാ സാർ? വിട്ടേക്ക് ചന്ദ്രിക. അവൾ ആശംസ പറയാൻ വന്നതാണെങ്കിൽ അത് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അല്ലാതെ അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കാനാണ്? മഹേഷ് ഉള്ളിലിരുന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി മേഘയോട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് എന്താ വേണ്ടത് മേഘ? സിദ്ധുവിനും ചന്ദ്രികയ്ക്കും ആശംസ പറയണം. ശരി, നീ അകത്തേക്ക് പോയിട്ട് അവരോട് ആശംസ പറഞ്ഞിട്ട് വേഗം തന്നെ പോവാൻ നോക്ക്. മേഘ പിന്നീട് ആരോടും കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോവാണ്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ലക്ഷ്മി നീ അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ടത്? അവളെന്താ നല്ലവളാണെന്നാണോ നീ കരുതിയത്? നമ്മുടെ മക്കളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അവൾ കാട്ടിക്കൂട്ടിയതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇനിയും എന്തൊക്കെയാ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ഇല്ല ഏട്ടാ, ഇനിയും കുറച്ച് നേരം കൊണ്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് എന്തിനാ ഏട്ടാ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും മേഘ നമ്മൾ വളർത്തിയ മകളല്ലേ. ലക്ഷ്മിയുടെ ആ ഒരു മനസ്സിൻ്റെ സ്നേഹമൊന്നും അവരിലായിരിക്കും ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ നല്ല ദേഷ്യമാണ് മേഘയോട്. മേഘ സിദ്ധുവിനും ചന്ദ്രികയ്ക്കും ആശംസ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവൾ പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഏട്ടാ. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ ലക്ഷ്മിയോടാണ് ദേഷ്യത്തോടെ തട്ടിക്കയറുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ബുദ്ധി വന്നിട്ടില്ലല്ലോ ലക്ഷ്മി. നിനക്ക് അവളെ വളർത്തിയതിൻ്റെ ആ ഒരു സ്നേഹം ഇപ്പോഴും മനസ്സിൽ തന്നെ നിൽക്കുകയാണല്ലേ. എനിക്കെന്തോ ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല. ശരി, ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. ശരി ജാനകി, നമുക്ക് അകത്തേക്ക് പോവാം. വാസു കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ജാനകിയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. ആ സമയം സിദ്ധാർത്ഥ് ബോധം മറിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ, കവറിനകത്ത് തലയായിട്ട്. അപ്പോൾ മറ്റേ ഗുണ്ടകൾ ചോദിക്കുകയാണ്, എടാ വീഡിയോ എടുത്തു കഴിഞ്ഞോ? എടുത്തു കഴിഞ്ഞു. എങ്കിൽ പെട്ടെന്ന് തന്നെ മഹേഷിന് അയച്ചു കൊടുക്ക്. സിദ്ധു ബോധമില്ലാതെ അതിനകത്ത് കിടക്കുകയാണ്. അപ്പോഴേക്കും മേഘ മണ്ഡപത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പിന്നാലെ തന്നെ മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും വാസുവും വന്നിട്ടുണ്ട്. മേഘയെ കണ്ടപ്പോൾ സിദ്ധുവും ചന്ദ്രിക എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി അടിമുടി. എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, എന്നെ കണ്ടപ്പോൾ നീ വല്ലാതെ ഷോക്കായതുപോലെ? എന്നെ നീ ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? ഏയ്, നീ ഒന്നും പേടിക്കൊന്നും വേണ്ട. ഞാൻ നിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നിൻ്റെ കല്യാണം നല്ല രീതിക്ക് തന്നെ നടക്കണമെന്ന് നിനക്ക് ആശംസകൾ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ മേഘയുടെ ആ ഒരു സംസാരം ആരിലും പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നിക്കുന്നില്ല. കാരണം എല്ലാവർക്കും മേഘയെ ഭയമാണ്. അവൾ എന്തെങ്കിലും പണിയൊപ്പിച്ചിട്ടാണോ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചിട്ട്. ചന്ദ്രിക ഉൾപ്പെടെ അവളുടെ മുഖത്ത് ആ ഒരു ഭാവം കാണാനുണ്ടായിരുന്നു. അപ്പോൾ മേഘയാണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്, നിൻ്റെ പുതിയ ജീവിതത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പക്ഷേ മേഘ നീട്ടിയ കൈ ചന്ദ്രിക പിടിക്കുന്നുണ്ടായിരുന്നില്ല. പകരം അവൾ കൈ കൂപ്പിക്കൊണ്ട് പറയാണ്, ഒരുപാട് നന്ദി. ഓ, എന്നെ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക മറുത്തൊന്നും പറയുന്നില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല.
അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സത്യമായിട്ടും നീ മാറിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരുപാട് ഈ ലോകത്ത് സന്തോഷിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. കാരണം ഞാൻ ഈ ചെന്നൈയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ വ്യക്തി നീയാണ്. പണ്ട് എന്നോട് സ്നേഹത്തോടെ പെരുമാറിയ അതേ മേഘയായിട്ട് നീ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അപ്പോൾ മഹേഷ് എന്ന സിദ്ധാർത്ഥ് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ പഴയ മേഘയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നീ പഴയ ചന്ദ്രികയായിട്ടും മാറണം. അതായത് പഴയ വീട്ടു ജോലിക്കാരിയായിട്ടുള്ള ചന്ദ്രികയായിട്ട് അവൾ മാറണം എന്നാണ് മേഘ ഉദ്ദേശിച്ചത്. ഇവൾ മാറുകയില്ല എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും മുഖം തിരിക്കുകയാണ്, ജാനകിയും വാസുവും മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ. അപ്പോൾ മേഘ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, നിന്നെക്കൊണ്ട് പഴയ ചന്ദ്രികയായിട്ട് മാറാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് എന്നെക്കൊണ്ട് പഴയ മേഘയായിട്ട് ഇനി മാറാൻ ഒരിക്കലും സാധിക്കില്ല. ആരും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ചന്ദ്രിക ഉൾപ്പെടെ. അപ്പോൾ മേഘ തന്നെ പിന്നീട് പറയാണ്, ആശംസകൾ സിദ്ധു, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ചന്ദ്രിക നിന്റെ ഭാര്യയായിട്ട് വരാൻ പോവുകയാണ്. മഹേഷിനോടാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ധൈര്യത്തിലും സന്തോഷത്തിലുമാണ് മേഘ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിന്നെയും ചന്ദ്രികയും ഇങ്ങനെ മണവാളനും മണവാട്ടിയുമായിട്ട് ഈ ഒരു വേഷത്തിൽ കാണുമ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. മഹേഷ് അതിനൊന്നും മറുപടി പറയാതെ സിദ്ധുവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രികയെ ജീവിതാവസാനം വരെ കണ്ണു നിറയാതെ സന്തോഷത്തോടെ തന്നെ കൂടെ ജീവിപ്പിക്കണം. നിങ്ങളുടെ നല്ല ജീവിതം ഇനി മുതൽ അങ്ങോട്ട് ആരംഭിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും മേഘയുടെ മനസ്സിൽ ദുരുദ്ദേശം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സിദ്ധുവിന് നേരെയും അവൾ ചന്ദ്രയ്ക്ക് കൊടുത്തതുപോലെ ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി കൈ കാണിക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് അവൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേഘ എല്ലാവരോടായിട്ട് പറയാണ്, ഇനി ഞാൻ സമാധാനത്തോടെ തിരിച്ചു പോയിക്കോളാം. എന്നിട്ട് അവൾ തിരിഞ്ഞു നടന്നതും മഹേഷ് പിന്നീന്ന് വിളിക്കുകയാണ്, മേഘ എന്താ സിദ്ധു? അവൻ വീണ്ടും ചന്ദ്രികയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് അത് കാണാൻ നീ അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹേഷാണല്ലോ സംസാരിക്കുന്നത്. പക്ഷേ സിദ്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്രിക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രിക മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും. പക്ഷേ മേഘയ്ക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവരുടെ മുന്നിൽ വെച്ചിട്ട് സിദ്ധാർത്ഥ് തന്നോട് അങ്ങനെ പറഞ്ഞതായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, തൽക്കാലം ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ താനിവിടെ ഇരുന്നോ, അത് കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അപ്പോൾ വാസുവൊക്കെ പറയുന്നുണ്ട്, സിദ്ധു നീ എന്ത് മണ്ടത്തരം ഈ പറയുന്നത് എന്ന്. മഹേന്ദ്രനും ലക്ഷ്മിക്കും ജാനകിക്കും ഒക്കെ അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യവും അരിശമൊക്കെ തോന്നുന്നുണ്ട്. സിദ്ധുവിനോട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ ഈ പറയുന്നത്? അപ്പോൾ മഹേഷ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മേഘയാണ് ഈ കല്യാണം നടക്കാൻ തന്നെ കാരണം. അപ്പോൾ പിന്നെ അവൾ കല്യാണം കാണാതെ പോകുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? എന്നിട്ട് വീണ്ടും സിദ്ധുവിൻ്റെ ശബ്ദം പോലെ ആക്കിയിട്ട് ചന്ദ്രികയോട് പറയുകയാണ്, വിട്ടേക്ക് ചന്ദ്രിക, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കണ്ടിട്ട് അവൾ പൊയ്ക്കോട്ടെ. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. മേഘയാണെങ്കിൽ താനാണ് ചന്ദ്രികയേക്കാളും വലിയ ആൾ എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് മേഘ എല്ലാവരും കേൾക്കാൻ വേണ്ടി അഭിമാനത്തോടെ പറയാണ്, സിദ്ധു നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ കല്യാണം കഴിയുന്നത് വരെ ഇവിടെ ഇരുന്നിട്ട് പോയിക്കോളാം. പക്ഷേ ബാക്കി ആർക്കും തന്നെ അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. മേഘയാണെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി സഭയിലേക്ക് പോയിട്ട് മുന്നിലിരുന്ന ഒരു സ്ത്രീയോട് പറയാണ്, ഒന്ന് ബാക്കിൽ പോയിട്ട് ഇരിക്കാമോ? എന്നിട്ട് അവർ എഴുന്നേറ്റ് മാറിയപ്പോൾ മേഘ കാലിന് മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് അവിടെ മുന്നിലിരുന്ന് കല്യാണം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. മേഘയുടെ അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘയാണെങ്കിൽ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, പെണ്ണിനോടും ചെറുക്കനോടും വീണ്ടും ഇരിക്കാൻ വേണ്ടി ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. സിദ്ധാർത്ഥ് നന്ദി സൂചകമായിട്ടും ചന്ദ്രിക ദേഷ്യത്തോടെയും മേഘയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജാനകിക്കൊക്കെ ആ ഒരു വെറുപ്പുണ്ടായിരുന്നു, എന്തിനാ സിദ്ധു ഇങ്ങനെ ചെയ്തത് എന്ന് വിചാരിച്ചിട്ട്. മഹേന്ദ്രനാണെങ്കിൽ നീരസത്തോടു കൂടി തന്നെ സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു നീ എന്തിനാ മേഘയെ ഇപ്പോൾ ഇവിടെ ഇരുത്തിയത്? അവൾ നിങ്ങളുടെ കല്യാണം കാണാൻ പാടില്ലായിരുന്നു. അവൾ നല്ലൊരു പെണ്ണല്ല സിദ്ധു. അപ്പോൾ മഹേഷ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കില്ല എന്നാണല്ലോ മേഘ വാശി പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് കൺമുന്നിൽ വെച്ച് തന്നെ ഞങ്ങളുടെ കല്യാണം നടന്നാലല്ലേ ഞങ്ങൾക്ക് അതിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. സിദ്ധാർത്ഥ എന്ന മഹേഷ് പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, സിദ്ധു അങ്ങനെ ഒരു കാര്യം പറഞ്ഞതല്ലേ, തൽക്കാലം കല്യാണം കഴിയുന്നത് വരെ മേഘ അവിടെ ഇരുന്നിട്ട് പോയിക്കോട്ടെ. ലക്ഷ്മിക്കും മേഘ അവിടെ ഇരിക്കുന്നതിനോട് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ശരി എന്തെങ്കിലും കാണിക്കേ, ഈ കുറഞ്ഞ സമയം കൊണ്ട് അവളെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാ? എല്ലാവരുടെയും മുഖത്ത് മേഘ വന്ന ആ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ പൂജാരി പറയാണ്, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഈ കല്യാണം നല്ല രീതിക്ക് തന്നെ നടക്കണം. പിന്നീട് കയ്യിലൊരു താല എടുത്തിട്ട് പൂജാരി പറയാണ്, ലക്ഷ്മി അമ്മ ഇത് കൊണ്ടുപോയിട്ട് സഭയിലിരിക്കുന്നവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് വരുമെന്ന്. അപ്പോൾ മലര് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാനും മുത്തശ്ശിയുടെ കൂടെ വരാമെന്ന്. അവർ രണ്ടുപേരും അതുകൊണ്ട് പോവുകയാണ്. മലര് പോകുന്ന കണ്ടപ്പോൾ ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് വീണ്ടും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന ഒരേ ഒരു പെണ്ണ് നീ മാത്രമായിരിക്കും.
എല്ലാവർക്കും മുന്നിൽ കൊണ്ടുപോയി കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ലക്ഷ്മി മലരും ചേർന്നിട്ട്. അങ്ങനെ മേഘയുടെ അടുത്തെത്തിയ സമയത്ത് മേഘ അതിൽ തൊട്ട് തൊഴുതുകൊണ്ട് പറയുകയാണ് ലക്ഷ്മിയോട്, ഈ കല്യാണം നന്നായിട്ട് തന്നെ നടക്കണം. നിങ്ങളുടെ മകളുടെ ജീവിതം ഇനി അങ്ങോട്ട് സന്തോഷം നിറഞ്ഞതും എല്ലാ ഉയർച്ചകളും ഉള്ളതായിരിക്കും. എന്നിട്ട് അവൾ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് ചന്ദ്രികയുടെ ജീവിതം നരകമായി തീരാൻ പോവുകയാണ്. മേഘ അനുഗ്രഹിക്കുന്നത് നോക്കിക്കൊണ്ടാണ് പൂജാരി പറഞ്ഞ ഓരോരോ ചടങ്ങുകൾ ചന്ദ്രികയും സിദ്ധുവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥനാണെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു, കാരണം അവ മഹേഷ് ആയതുകൊണ്ട്. അപ്പോൾ ലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്, മേഘ സത്യസന്ധമായിട്ടായിരിക്കും ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്, അതോ ഇനി അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാണുമോ? ഇവളുടെ പെരുമാറ്റം കാണുമ്പോൾ ആകെ വിചിത്രമായിട്ട് തോന്നുന്നല്ലോ. അപ്പോൾ മേഘ അത് മനസ്സിലാക്കിയിട്ടെന്നോണം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ ചിന്തയൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? ഒന്നുകൊണ്ട് പേടിക്കേണ്ട, സത്യമായിട്ടും ഈ കല്യാണം നല്ല രീതിക്ക് തന്നെ നടക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞിട്ട് ഇടത് കൈവച്ചിട്ട് അവൾ ആ ഒരു ഇത് തൊട്ടപ്പോൾ മലര് പറയുന്നുണ്ട്, മേഘമ്മ എന്താ? ഇടത് കൈ വെച്ചിട്ട് ഈ ഒരു പൂവ് എടുക്കാൻ പാടില്ല, വലത് കൈ കൊണ്ട് വേണം എടുക്കാൻ. ഓ അങ്ങനെയാണോ? നിനക്കിതൊക്കെ നന്നായിട്ട് അറിയാമോ എന്ന് പറഞ്ഞിട്ട് മേഘ വലത് കൈ കൊണ്ട് എടുക്കുകയാണ്. പിന്നീട് ബാക്കിയുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അതും കൊണ്ട് പോവുകയാണ്. അപ്പോൾ പൂജാരി പറഞ്ഞത് ഓരോ ചടങ്ങുകൾക്കനുസരിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രികയും സിദ്ധുവും ചേർന്നിട്ട്. സിദ്ധു ആ സമയത്തൊക്കെ മേഘയെ നോക്കിയിട്ട് നല്ലതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവൻ്റെ ആഗ്രഹം നടക്കുന്നതിൻ്റെ സന്തോഷത്തിൽ. അപ്പോഴാണ് ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടത്. അവൻ വേഗം തിരിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് ഓണാക്കി നോക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ മരണം അവന് ആ ഒരു വീഡിയോ അവർ അയച്ചു കൊടുത്തത് കാണുന്നത്. സിദ്ധാർത്ഥ് ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടപ്പോൾ മഹേഷ് ചിന്തിക്കുന്നുണ്ട്, ഡാ സിദ്ധു, ഇന്നാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഒന്ന്, നീ ചത്തുപോയി. മറ്റൊന്ന്, ചന്ദ്രികയെ വീണ്ടും എനിക്ക് തന്നെ കിട്ടുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഡാ സിദ്ധു, ഇന്നത്തോടെ നിന്റെ കഥയുടെ കാര്യത്തിൽ തീരുമാനമായടാ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനെ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്. എന്നപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സാർ നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ചന്ദ്രിക, എൻ്റെ ഫ്രണ്ട് ഒരു റീൽ അയച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് ചിരിച്ചതാണ്. ഓ ശരി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ്. അപ്പോൾ ആ ഗുണ്ടകൾക്ക് മഹേഷിൻ്റെ കോള് വരികയാണ്. മഹേഷ് മാറി നിന്നിട്ടാണ് വിളിക്കുന്നത്, ഡാ ഒരുപാട് നേരം ബോഡി അവിടെ വെച്ച് നിൽക്കണ്ട, അവൻ്റെ തലയിലുള്ള ആ ഒരു കെട്ടഴിച്ചിട്ട് അവൻ എത്രയും പെട്ടെന്ന് ഏതോ കായലോ പുഴയിലോ കൊണ്ടുപോയി തള്ളാൻ നോക്ക്. കോള് കട്ടായതിനു ശേഷം ആ ഗുണ്ടകളിൽ ഒരുത്തൻ മറ്റുള്ളവരോട് പറയാണ്, ഡാ ഇവൻ്റെ കെട്ടൊക്കെ അഴിക്കാൻ നോക്ക്, ഇവനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കായലോ പുഴയിലോ പെട്ടെന്ന് തന്നെ തള്ളാൻ വേണ്ടിയിട്ടാണ് മഹേഷ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ കയ്യിലും കാലിലൊക്കെ ഉണ്ടായിരുന്ന കെട്ടൊക്കെ അഴിച്ച് അവൻ്റെ തലയെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കവറൊക്കെ അവർ അഴിച്ചു മാറ്റുകയാണ്. അപ്പോഴേക്കും അവന് പൂർണ്ണമായിട്ടും ബോധം നശിച്ചിട്ടുണ്ടായിരുന്നു. അവനെ എടുത്ത് പൊക്കുന്ന സമയത്ത് ഗുണ്ടകളിൽ ഒരുത്തൻ പറയുന്നുണ്ട്, ഇവൻ ജീവനോടെ ഉള്ളപ്പോൾ ഇത്രയ്ക്ക് വെയിറ്റ് ഇല്ലായിരുന്നു, ഇവൻ ചത്തതിന് ശേഷം എന്തൊരു കനമാണ്. അത് നീ പറഞ്ഞത് ശരി തന്നെയാടാ, ജീവനുള്ളപ്പോൾ ഇത്രയും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. ശരീരം ചത്തു കഴിഞ്ഞാൽ ഭാരം കൂടുന്നു പറയുന്നത് ശരി തന്നെയായിരിക്കും, അത് ഇത് തന്നെയാണ്. അങ്ങനെ സിദ്ധാർത്ഥിനെ എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കിണറിലകത്തേക്കാണ് സിദ്ധാർത്ഥിനെ അവർ തള്ളിയിടുന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ഈ ബോധം പൂർണ്ണമായി നശിച്ചു വീണതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും അവർ മഹേഷിനെ കോൾ ചെയ്യുകയാണ്. മഹേഷ് ആണെങ്കിൽ മണ്ഡപത്തിനകത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റിലും നോക്കിക്കൊണ്ട് വേഗം ഫോൺ എടുക്കുന്നുണ്ട്. പറയടാ മഹേഷ്, നീ പറഞ്ഞതുപോലെ അവനെ ആ ഒരു വലിയ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു. ഡാ നീ പറയുന്നത് സത്യം തന്നെയല്ലേ? അതേടാ മഹേഷേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ ആ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു. അത് കേട്ടിട്ട് സിദ്ധാർത്ഥായിട്ടുള്ള മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രിക അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക അവനെ തൊട്ട് വിളിക്കുന്നത്. സാർ എന്താ സാർ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരിച്ച് ചിരിക്കുന്നത്? ഏയ് അതൊന്നുമില്ല ചന്ദ്രിക, എൻ്റെ കൂട്ടുകാരനൊരുത്തം ഫോണിൽ വിളിച്ചിട്ട് ആശംസകൾ അറിയിച്ചതാണ്. അതെന്താ, അവർ നമ്മുടെ കല്യാണത്തിന് വന്നില്ലേ? ഇല്ല, അവൻ ഫോറിനിലാണുള്ളത്, അവന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഫോണിൽ വിളിച്ച് ആശംസ പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ട് പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും സിദ്ധാർത്ഥ് കണ്ണുകൾ കൊണ്ട് മേഘയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് അവൾക്ക് കണ്ണുകൾ കൊണ്ട് തന്നെ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ് സിദ്ധുവിൻ്റെ കഥ അവസാനിച്ചു എന്നുള്ളത്. അവർ രണ്ടുപേരും ആ ഒരു സന്തോഷത്തിലാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പൂജാരി പറഞ്ഞ ഓരോരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ചന്ദ്രികയെ തനിക്ക് തന്നെ ഉള്ളതാണെന്നൊക്കെ മഹേഷ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ കിണറിൽ താഴോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു വലിയ ആഴേറിയ കിണറും അതുപോലെ തന്നെ വലിയൊരു വായ്വട്ടുള്ള കിണറും ആയിരുന്നു. ആ സമയത്ത് പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചന്ദ്രിക സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. മേഘയും സിദ്ധാർത്ഥും പരസ്പരം നോക്കിക്കൊണ്ടും അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രികയുടെ സാരിയുടെ താഴ്ഭാഗത്തായിട്ട് തീ മെല്ലെ പിടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അതാരും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരും വീണ്ടും ഓരോരോ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ്
തീ പടർന്നു കയറിയപ്പോഴാണ് ചന്ദ്രിക ആദ്യം തന്നെ കാണുന്നത്. അയ്യോ തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ബഹളം വെക്കുകയാണ്. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥ് ഉൾപ്പെടെ. അപ്പോൾ അവനും ഒക്കെ നോക്കുന്നുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചന്ദ്രികയാണെങ്കിൽ തീ പടർന്നു കയറുന്നതനുസരിച്ച് അവൾ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ നിലവിളിച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥും മേഘയും അല്ല മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മേഘയാണെങ്കിലും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രീതിക്ക് തന്നെ അവരുടെ കല്യാണം നടക്കണം എന്നുള്ളതായിരുന്നു മേഘയുടെ ആഗ്രഹം. സിദ്ധു വേഗം പോയി വെള്ളം എടുത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വാസു വേഗം വെള്ളം എടുക്കാൻ വേണ്ടി ഓടുവാണ്. അങ്ങനെ വാസു വെള്ളം കൊണ്ട് വന്നിട്ട് ചന്ദ്രികയുടെ സാരിയിൽ ഇങ്ങനെ ഒഴിച്ചപ്പോൾ ആ തീയൊക്കെ അണഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രിക 2 കൈയും മുഖത്ത് വെച്ച് അവൾ പൊട്ടിക്കരയാണ്. കാരണം വീണ്ടും കല്യാണം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അവൾക്ക് ഒരുണ്ടായിരുന്നില്ല. മേഘയ്ക്കാണെങ്കിലും അതൊരു ചെറിയ സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം മഹേഷ് വീണ്ടും ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനാണ് അവൾ കാത്തിരുന്നത്. സാരിയുടെ താഴ്ഭാഗം ഒരുപാട് ഭാഗത്തോളം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയും ചന്ദ്രികയൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, മുഹൂർത്ത പുടവയിലാണ് തീ പിടിച്ചിരിക്കുന്നത്, അത് നല്ലതിനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. അപ്പോൾ പൂജാരിയും പറയുന്നുണ്ട്, മുഹൂർത്ത സമയത്ത് ഇങ്ങനൊരു മോശമായ കാര്യം നടക്കാൻ പാടുള്ളതല്ല, അത് എന്തോ ഒരു ദുസ്സൂചനയുടെ ലക്ഷണമാണ്. ആദ്യം തന്നെ പോയിട്ട് പെൺകുട്ടിയുടെ ദേഹത്തൊക്കെ ഉണ്ടായ പൊള്ളലൊക്കെ മാറ്റിയിട്ട് 2 പേരും പുതിയ മുഹൂർത്തത്തിനുള്ള ഡ്രസ്സ്, അതായത് പുടവ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മേഘയ്ക്ക് ഒരു ഭാഗത്ത് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും കല്യാണം നടക്കുന്നു കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമുണ്ട്. അതുമാത്രമല്ല, ചന്ദ്രികയുടെ കല്യാണം വീണ്ടും മുടങ്ങി ഒരു മോശമായ കാര്യത്തിലാണ് ചന്ദ്രിക ഒരു മോശം ആളാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. കല്യാണം നല്ല സൂചനയല്ല എന്നുള്ളത് അതുകൂടെ കണ്ടപ്പോൾ മേഘയ്ക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ ലക്ഷ്മി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചന്ദ്രിക നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ നടന്നു, നീ വിഷമിക്കാതെ വാ, നമുക്ക് മുഹൂർത്തത്തിനുള്ള പുടവ വേറെ മാറ്റിയിട്ട് വരാം. ആ നശിച്ച മേഘ ഇവിടെ വന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ മേഘ ഇവിടെ കയറ്റരുതെന്ന് പറഞ്ഞത്. ജാനകി ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മേഘയെ നോക്കിക്കൊണ്ട് പറയാണ്, ശരി അത് വിട്ടേക്ക് ജാനകി, സിദ്ധു പറഞ്ഞത് കൊണ്ടാണല്ലോ അവൾ ഇവിടെ ഇരുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്കെന്തോ അവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ദുസ്സൂചനകളൊക്കെ നടക്കുന്നത് എന്നാ തോന്നുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി പുടവ മാറ്റി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ വാസു സിദ്ധുവിനോട് പറയുന്നുണ്ട്, വാടാ സിദ്ധു വാ, പോയിട്ട് നമുക്ക് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അപ്പോൾ സിദ്ധു മേഘയെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.